ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ വൈകുന്നേരം ചായക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു പോളി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഈ സവാളയൊക്കെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ സവാള വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡിന് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നിങ്ങൾക്ക് ബ്രെഡിൽ മുക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു സോസ് പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് പോള റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡും മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച് ഈ മുട്ടയിലേക്ക് ഈ ബ്രെഡ് പീസ് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഫില്ലാവുന്ന തരത്തിൽ ഈ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ചുറ്റും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫില്ലിങ് ഫുള്ളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് എല്ലായിടത്തും ആവുന്ന തരത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. മുട്ട പോരായിട്ട് ഞാൻ വീണ്ടും മുട്ട എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മുട്ടയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ മുട്ടയിൽ മുക്കിയിട്ട് ഞാൻ വീണ്ടും ബ്രെഡ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെയായിട്ട്. ആ മുട്ട പോരായിട്ട് വീണ്ടും ഞാൻ ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ മുട്ടയാണ് വെച്ചത്. 4 മുട്ട പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മുട്ട 2 പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പോളക്ക്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ മുട്ട ഒന്ന് പ്രസ്സാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന മുട്ട ഉണ്ടല്ലോ, അത് ഫുള്ളും ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. മുട്ട നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 4 മുട്ട വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ പീസിലും മുട്ട ഉണ്ടാവും. ഇനി ബാക്കി വന്ന മുട്ടയില്ലേ, അത് ഫുള്ളും ഇതിൻ്റെ മേലെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചുറ്റും ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഡെക്കറേറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ മല്ലിയില ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിതൊരു
കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ്. കണ്ടില്ലേ, നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.